ഞാൻ ഈ നടന്നു പോകുന്ന ഇലവീഴ പൂഞ്ചിറയിലെ ആ ചിറയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ടോ. പോകുന്ന വഴിയിലെല്ലാം വെള്ളമാണ്. അപ്പം ഇത് മുകളിലെ ഉറവിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ്. അപ്പോൾ ആ കാണുന്ന മല കണ്ടോ, ഈ മലയിൽ നിന്നാണ് ഈ വെള്ളം ഒലിച്ച് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ആ വെള്ളമാണല്ലോ. അപ്പം ഇതുവഴി വേണം നമുക്ക് ഇലവീഴ പൂഞ്ചിറ എടുത്തിട്ട് വരും. ഇപ്പം നമ്മൾ അടുത്ത് കേട്ടോ, എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളൂ പൂഞ്ചിറയിലേക്ക്. കണ്ടോ, ഈ വെള്ളമാണ് ഒഴുകി വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വീഴുന്നത്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് ഇലവീഴ പൂഞ്ചിറ. ഈ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ. ഇതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം എത്ര കാറ്റടിച്ച് മഴ പെയ്താലും ഇതിനകത്ത് ഒരില പോലും വീഴത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരു തുള്ളി ഇല പോലും ഇതിനകത്തില്ല. കണ്ടോ, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ കാറ്റടിക്കുമ്പം ഈ വീഴുന്ന ഇലകളൊക്കെ എങ്ങോട്ട് പോകുന്നുള്ളൊരു ചോദ്യമാണ്. കണ്ടോ, ആ നിൽക്കുന്ന മരങ്ങളുണ്ട്, ആ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇല കാറ്റടിക്കുമല്ലോ, എന്തായാലും കാറ്റടിക്കും. ആ കാറ്റടിക്കുന്ന സമയത്ത് ഈ ഇല എങ്ങോട്ടാണ് പോകുന്നത്, അതൊരു ചോദ്യമാണ്. ഇതുവരെ ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. കാരണം ഇതുവരെ ഇതിനകത്തിപ്പോൾ നമ്മൾ വന്ന് കാണുന്ന സമയത്ത് പോലും ഒരില പോലും ഇല്ല. അപ്പോൾ അത് അവിടെ ഒരു ചോദ്യചിഹ്നമായാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര കാഴ്ച തന്നെ അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് ഇതിൻ്റെ നമ്മൾ മേളിൽ നിന്ന് കാണുമ്പോഴത്തെ വ്യൂ ഞാൻ കാണിക്കാതെ, നമ്മൾ ഇതങ്ങ് മുകളിൽ നിന്നിട്ട് ഈ മല ഉണ്ട്, ഈ മലയുടെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ മുമ്പ് ഈ ഒരു ഇലവീഴ പൂഞ്ചിറ കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഇത്ര ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. താഴെ വന്നാലും ഭംഗി തന്നെയാണ് കേട്ടോ. ഭംഗിക്ക് കുറവോ കാര്യങ്ങളോ ഉണ്ട്, പക്ഷേ ഇല വീഴുന്നുണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ കുളത്തിലേക്ക് വന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. ചെറിയ മീനുകളാണ് കണ്ടോ. അവർ ഈ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് വരുന്ന കണ്ടോ. വളരെ രസകരമായൊരു കാഴ്ചയുണ്ട്. നമ്മുടെ പഴയ വാഴയ്ക്കവര നിൽക്കില്ല, അതൊക്കെയുണ്ട്. ഒത്തിരി കുഞ്ഞി മീനുകളുണ്ട്. ഇല്ലാത്തൊക്കെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാം. ഇവിടെ നോക്കി, നല്ല അത്യാവശ്യം ഒരു ലൈറ്റ് പച്ച കളറിലാണ് ഈ ഒരു കുളം കാണുന്നത്. ഇതിൻ്റെ ചുറ്റിനും വേലിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും വേലികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുമുണ്ട്. ഇതുപോലെ സ്റ്റെപ്പ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറയിൽ വരുന്നവരൊക്കെ ഇലവീഴ പൂഞ്ചിറയിൽ വരണം. ഈ ഒരു കുളവും ഒന്ന് കണ്ടിട്ടേ പോകുള്ളൂ, എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.